ഗെയ്സ്, നമ്മുടെ പുതിയ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയോടുള്ള ഒരു റിക്വസ്റ്റാണ്. കേരള ജനതയ്ക്കും അതെ ലോകത്ത് എവിടെയൊക്കെ മലയാളിയുണ്ടോ അവർക്കെല്ലാം കൂടി ഉള്ള ഒരു റിക്വസ്റ്റ് പോലെ തന്നെ കാണുമെന്ന് കരുതുന്നതാണ്. എന്താ കേരളത്തിലെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ കേരളത്തിലെ പോലീസിൽ സേനയെ നിയന്ത്രിക്കുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല 2 കേസുകളിൽ റീഓപ്പൺ ചെയ്തിട്ട് കേരള ജനതയോട് അതിൻ്റെ നിജസ്ഥിതി, അതായത് സത്യാവസ്ഥ പൊതുസമൂഹത്തിന് അറിയിച്ചു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. 2 കേസുകളാണ് കേരളം രൂപീകരിച്ചത് മുതൽ തെളിയാതെ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത്. കേരളം രൂപീകരിച്ചിട്ട് ഫസ്റ്റ് വന്ന കേസ് പേരാമ്പ്രയാണ്, പാലേരി മാണിക്യത്തിലെ കേസാണ്. നമ്മളെ പോലീസിൻ്റെ മുന്നിലേക്ക് ചലഞ്ചായിട്ട് പാലേരി മാണിക്യത്തിൻ്റെ ഒരു കൊലപാതക കേസാണ് ഫസ്റ്റ് കേരള പോലീസ് നേരിട്ടത്. അതുപോലെ തന്നെ ഈ 2 കേസിൻ്റെ കൂടി ഒരു കൺഫ്യൂഷൻസ് മാറ്റിക്കൊടുത്ത് പൊതുസമൂഹത്തിന് അതിൻ്റെ സത്യാവസ്ഥ അറിയിച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ കേസ് നമ്മുടെ സുകുമാരക്കുറുപ്പിൻ്റെ കേസാണ്. അത് എൻ്റെ ന്യൂസുകളിൽ കേട്ട് ഞാൻ ജനിക്കണതിന് മുന്നേ കഴിഞ്ഞ സംഭവമാണ്. അത് അത്രയും വർഷം പഴക്കമുള്ള ഒരു കേസാണ്. അത് ആ ഒരു കേസിൻ്റെ നിജസ്ഥിതി, ആ സത്യാവസ്ഥ ഇതുവരെക്കും ജനങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല, എന്താണ് കാര്യം എന്നുള്ളത്. ആ ഒരു കേസിൻ്റെ സത്യാവസ്ഥ പൊതുസമൂഹത്തിന് ഇപ്പോഴത്തെ പുതിയ ആഭ്യന്തരമന്ത്രി റീഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് പൊതുസമൂഹത്തിന് അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ വരുന്നത് കേരളത്തിൽ തെളിയാത്തതല്ല, ക്ലിയറായിട്ട് കൺഫ്യൂഷൻ തെളിവുകൾ കണ്ടെടുക്കാൻ പറ്റാത്ത കേസാണ് രണ്ടാമത്തേത്. നമ്മുടെ ചേകന്നൂർ മൗലവിയുടെ തിരോധാനം, ആ കേസിൻ്റെയും ചുവന്ന കുന്നിൽ മലയിടിച്ച് കുറേ തെരഞ്ഞ് JCB കൊണ്ട്, അത് എൻ്റെ ജനനത്തിന് ശേഷം നടന്ന ഒരു സംഭവമാണ്. അതിനെ പറ്റിയും നിജസ്ഥിതി ഇതുവരെക്കും പൊതുസമൂഹത്തിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി തൂഫാൻ തുടച്ചു നീക്കുന്ന പോലെ തന്നെ തെളിയാതെ കിടന്ന ഈ ഒരു 2 കേസിന് കേരള പൊതുസമൂഹത്തിന് ക്ലിയറാക്കി കൊടുത്ത് ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് നമുക്ക് കേരള പൊതുസമൂഹത്തിന് മലയാളികൾക്കെല്ലാം ആ ഒരു സത്യാവസ്ഥ അറിയാൻ താല്പര്യമുണ്ട്. അതേമാതിരി ചാക്കോൻ്റെ കുടുംബത്തിനും നീതി ലഭിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ചാക്കോയുടെ ആ ഒരു കുടുംബവും പാവപ്പെട്ട കുടുംബം തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് റീഓപ്പൺ ചെയ്യാമെന്ന് അഭ്യർത്ഥിക്കാം.